പാട്ട കുപ്പി പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? പഴയ പാട്ട കുപ്പി പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? പേപ്പർ പാട്ട. ചേച്ചി, സാറേ, പഴയ പ്ലാസ്റ്റിക് കുപ്പി പാത്രങ്ങൾ പേപ്പറുകളൊന്നും ഉണ്ടോ സാറേ? ഓയ് സാറേ. ചേച്ചി, ചേച്ചി പഴയത് കൊടുക്കാണ്ടോ? പഴയത്? അയ്യോ, ഇവിടെ പഴയൊന്നും ഇല്ലല്ലോ. നോക്കി ചേച്ചി, വല്ല പ്ലാസ്റ്റിക് കുപ്പിയോ എന്തെങ്കിലുമൊക്കെ നോക്കുന്നേ. ഇവിടെ ആകെപ്പാടെ ഒരു പഴയതുള്ളൂ, അതോട് കൊടുക്കാൻ പറ്റിയ മുതലുമല്ല. കൊടുത്താട്ട് ആർക്കും വേണ്ടേന്നാനും. അതേത് മുതൽ? ആരാടിയത്? ആക്രിക്കാരനാ. മിമിക്രിക്കാരനാ? മിമിക്രിക്കാരനല്ല, പഴയ സാധനം എടുക്കാൻ വന്ന ആക്രിക്കാരനാന്ന്. പഴയ മിമിക്രിക്കാരാ നല്ലത്. അവര് കാണിക്കണ പോലെ പുതിയ മിമിക്രിക്കാര് കാണിക്കൂല. ദേ വിളിക്കണം അങ്ങോട്ടല്ലേ. മിമിക്രിക്കാരൻ വന്നെന്ന് പറയുമ്പോ സംഗതി ഒന്ന് കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. മിമിക്രിക്കാരനല്ല, ആക്രിക്കാരനാ. മിമിക്രിക്കാരനാണെന്ന് അവളിപ്പോ പറഞ്ഞു. ചേച്ചി അതൊക്കെ വന്നു പോണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. മിമിക്രി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കലയാണ്. ആണല്ലേ? പിന്നെ മിമിക്രി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം, നീ ഒരു 2-3 ഒച്ചയെടുത്തടാ. പഴയ പ്ലാസ്റ്റിക് കുപ്പികളെ, പേപ്പറുകൾ, സിമന്റ് ചാക്കുകളെ. അപ്പൊ ഇങ്ങനെയും കൂടി കാണിക്കണം. അപ്പോഴേ നരേന്ദ്രപ്രസാദ് കറക്റ്റ് ആവുള്ളൂ. നരേന്ദ്രപ്രസാദാ? ഒരു ഒച്ചയും കൂടി എടുത്തേ. കയ്യില് മോതിരം, കഴുത്തില് മാല. ഒന്നല്ല 9 വേണമെങ്കിലും ഞാൻ എടുക്കും. അവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് സോമചന്ദ്രൻ. എടിയേ, താറാവ് മൊത്തം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടേട്ടാ, ഒന്ന് ശ്രദ്ധിച്ചേക്ക്. അത് കൂട്ടം തെറ്റി പോയി കഴിഞ്ഞാ പിന്നെ കിട്ടൂലേ. എന്റെ അച്ഛാ, അത് താറാവ് വെള്ളത്തിൽ ഇറങ്ങിയൊന്നുമല്ല, ഇയാൾ ഒച്ച വെച്ചതാ. എന്നാ മിമിക്രിക്കാരനാണ് ഇവൻ. എന്തൊരു കഴിവുള്ളവനാ. ഇവനെ കണ്ടു കിട്ടിയിട്ടില്ല. ഇവനെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ ചെല്ലേണ്ടവനാ? നേരെ നടന്നിരുന്നെങ്കിൽ ബോംബെ ചെല്ലേണ്ടവനാ. അവൻ ഇങ്ങനെ പാട്ടയും മുറുക്കിയൊക്കെ നടക്കണേ. ചേച്ചി, ഒന്നോർത്ത പ്രായം ചെന്ന മനുഷ്യൻ ചെവി കേൾക്കാൻ പാടില്ല. ഈ സ്വർണ്ണമാലയും മോതിരം ഒക്കെ ഇടിച്ചിരുത്തിയേക്കണേ എന്തിനാ? ഞാനിപ്പോ അതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ അടിച്ചോണ്ട് പോകല്ലേ? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി. ഒരു ഇത്രയും പ്രായമുള്ള ആള്. എടാ, ഇതൊന്നും സ്വർണ്ണമല്ല, മൊത്തം റോൾഡ് ഗോൾഡാ. തന്നെയല്ല, ഇവിടുന്ന് ഒരു കരട് പോയാൽ അറിയും. മൊത്തം ക്യാമറ വെച്ചിരിക്കെ. ക്യാമറയുടെ കാര്യം ഒന്നും പറയണ്ട. ക്യാമറക്കാരി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഏതോ ഹോട്ടലിനകത്ത് ക്യാമറ കളിക്കാൻ വന്ന് എന്റെ മോന്റെ കൈയും കാലും മുഴക്കി അവൾ ഇവിടെ വന്നു കൂടി. അണ്ട് ഇവിടെ ക്യാമറ. നാട്ടുകാർ മൊത്തം പറയണത് ക്യാമറക്കാരി എന്നാ. ഓ, ഞാൻ ക്യാമറ എന്ന് പറഞ്ഞപ്പോ ക്യാമറന്ന് അച്ഛാ അല്ലെ ഫോൺ അടിക്കണം. ജോണാ? ആര് ഫോണ്? ജോൺ ഇന്നലെ വരാന്ന് പറഞ്ഞാണ്. ഇന്നലെ അവൻ വരാഞ്ഞിട്ട് ഇന്ന് വരുന്നതായിരിക്കും. എന്നെ കാണാൻ വേണ്ടി തന്നെയാണ്. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ജോണല്ല, ഫോണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അത്ര വലിയ തിരക്കുള്ളവനാണെങ്കിൽ. എന്നിട്ട് അവന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ. ഞാൻ അറിയാത്ത ജോൺ അല്ലല്ല. ആരോട് പറയാൻ? മൊബൈല് നോക്കി നോക്കി കണ്ണടിച്ചു പോയി. ഈ ഇയർഫോൺ വെച്ച് ചെവിയുടെ ഡയഫ്രം അടിച്ചു പോയി. പിന്നെ നേരെ ചൊവ്വേ മര്യാദയ്ക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണോണ്ട് നാവ് നഷ്ടപ്പെട്ടിട്ടില്ല. കഷ്ടപ്പെട്ടിട്ടില്ലെന്നാ? ഞാനാ? നിന്റെ കെട്ടിയാനായി എന്റെ മകനോട് ചോദിക്കും. കഷ്ടപ്പെട്ടാ ഞാൻ അവനെ വളർത്തിയത്. ആ വിവരം അവൻ നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ കൂട്ടുകാരനായ ജോണിനോട് ചോദിച്ചു നോക്ക്. കഷ്ടപ്പെട്ടാടി ഞാൻ വളർന്നതും എന്റെ മക്കളെ ഞാൻ വളർത്തിയത്. എന്നിട്ട് പറഞ്ഞ അവള് പറഞ്ഞു കഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. ഇന്ന് കഷ്ടപ്പെട്ടിട്ടില്ല. നീ കഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ ചേച്ചി, അവിടെ പോയി എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കി ചേച്ചി. അരി മേടിക്കാൻ വേണ്ടിയല്ലേ? വല്ല പ്ലാസ്റ്റിക് എന്തെങ്കിലും സാധനം ഉണ്ടാ നോക്ക്. അച്ഛാ, എവിടെ കേട്ടുകൂടാ? അതെ അതെ, അതിന്റെ ഒരു 5 പൈസയുടെ കുറവുണ്ട്. അതുകൊണ്ട് കാണുമ്പോഴേ ഇത് എവിടെ നിന്ന് വന്നത്? എന്റെ പൊന്നു മോനെ ഉണ്ടല്ലേ? ചെവി വെക്കാൻ പറ്റും. ഇപ്പൊ കൈക്ക് എങ്ങനെ അടച്ചാ? കുഴപ്പമില്ലല്ലോ. സുഖമായില്ലേ? പൊക്കി കൈയൊക്കെ പൊക്കാൻ പറ്റില്ലേ? ഓക്കെ. അപ്പൊ അച്ഛാ, ഞാൻ ചെല്ലട്ടെ. എനിക്ക് സാധനം എടുക്കണം. പഴയ ചെല്ലമ്മട ക്യാമറ ഇവിടെ ഇരിക്കുന്നത്. എന്താ നീ നോക്കണ? ഇല്ല, പഴയ പാട്ടേ ഉപ്പി. ഞാൻ ചെല്ലട്ടെ അച്ഛാ. പാട്ട് പാടുവാന്നാ? ഓ, ഇനി രക്ഷയില്ല. ഞാൻ പോവുക അച്ഛാ. ഒരു രക്ഷയില്ല. തുടിക്കില്ല. പൊന്നെ, ഈ ഫോൺ അടിക്കണ അവിടെ ഇരുന്ന് ഞാൻ കേട്ട്. എന്നിട്ട് ഈ പറ്റായിരിക്കണ അച്ഛ കേക്കല്ല. ഫോണ് ജോണാ? എന്റെ ദൈവമേ, ശാപം കിട്ടിയ ഇങ്ങേരുടെ മോനെന്നെ കെട്ടിയത് കൊണ്ട് എവിടെയെങ്കിലും നിക്കണ്ട. ഞാനായിരുന്നു. എന്റെ ഭാവി പോയി. ഭാര്യ പോയത് അങ്ങനെയല്ല. ഭാര്യ പോയതിൽ കാര്യമുണ്ട്. നിസാര ഒരു അസുഖമായിട്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളെ ചികിത്സിക്കേണ്ടതിന് പകരം കൊച്ചിനെ ചികിത്സിക്കേണ്ടതിന് പകരം അവളെ ചികിത്സിച്ച് മാറി ചികിത്സിച്ച് വന്നപ്പോൾ എന്തായി? എന്റെ ലക്ഷ്മി, എന്റെ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. വന്നിപ്പോ എന്നെ പിള്ളയായ തള്ളയെ കൊന്ന് പിള്ളയെ തന്നു. ആ പിള്ളയെ ഞാൻ കൈനീട്ടി വാങ്ങി. അതാണ് നിന്റെ കെട്ടിയോൻ, എന്റെ മകൻ. സംശയം ഉണ്ടെങ്കിൽ നീ ജോണിനോട് ചോദിച്ചാൽ മതി. ബാക്കി അവൻ പറഞ്ഞു തരും. പിന്നെ എനിക്കതല്ലേ പണിയായിരുന്നു തുടക്കം. അതിൽ നിന്നാണ് ഇങ്ങനെ സംഭവിച്ചത്. ദൈവവിധി, അല്ലാതെ എന്ത് പറയാൻ. മാങ്ങയെന്ന് പറയുമ്പോ തേങ്ങയെന്നാണല്ലോ ഈ മനുഷ്യൻ കേൾക്കണത്. ആ കുന്ത്രാന്റെ അടുത്തൊന്ന് കാതില് വെക്ക്. വാതിലടക്കാനാ? ഞാനാ?
ഞാൻ പ്രായമുള്ള മനുഷ്യനാ. വാതിൽ തുറന്നിട്ട് വന്നിട്ട് വാതിലടക്കാൻ എന്നോടല്ല പറയണത്, നിന്നെ കെട്ടിയവനോട് പറ. അവനാണ് വാതിലടക്കാനുള്ളത്. അവളെ എന്നോട് പറഞ്ഞു വാതിലടക്കാൻ. പൊന്നെ, ഈ മനുഷ്യനോട് സംസാരിച്ച് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഫോണില്ലെങ്കിൽ ഫോണ് മേടിക്കണി, കാശല്ലേ കയ്യിലുള്ളത്. എന്നിട്ട് ഫോണ് മേടിച്ചിട്ട് സംസാരിക്കും. അവനെ വിളിച്ചു പറ. ജോണൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. സമ്മാനദാനം കിട്ടിയ എന്തിന്? അണ്ണാക്കിട്ട് ഇങ്ങനെ കളകള കാണിച്ചിട്ടായിരിക്കും സമ്മാനദാനം കിട്ടിയത്. നിനക്കൊക്കെ സമ്മാനദാനം തന്നെ. അവനെ വേണം ആദ്യം തല്ലിക്കൊല്ലാൻ. എന്ത് സമ്മാനമാണ് കിട്ടിയത്? ആനമയിൽ ഒട്ടകം. ചട്ടകം നല്ലതാ. പെണ്ണുങ്ങൾക്ക് ചട്ടകം കിട്ടണത് നല്ലതാണ്. കറി വെക്കുമ്പോഴേ ഇട്ട് ഇളക്ക. കൊറേ നേരം ആയല്ലേ ഇളക്കാൻ തുടങ്ങിയിട്ട്. ആ കുന്ത്രാന്റെ അടുത്ത് ചെവി വെച്ചില്ലേ, ഒച്ച വെച്ചെന്റെ തൊണ്ട പൊട്ടു. ചെണ്ട കൊട്ടിയെന്നാ നീയാ? നിനക്ക് അതിന്റെ കുറവേ ഉള്ളു. നിന്നെ പോലത്തെ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ചെണ്ട കൊട്ടാൻ വേണ്ടി. ചിങ്കാരി മേളം നല്ലതാ, നിനക്ക് പറ്റും. നിനക്കാവുമ്പോ ക്യാമറ പഠിച്ചിട്ടുള്ളതല്ലേ, ഒക്കെ നല്ല ശീലമാവും. ചെണ്ട കൊട്ടിയെന്ന്. നിന്നെ ആരാ ചെണ്ട പൊട്ടിയത്? പഠിപ്പിച്ചതാരാ? ആരാടി നിന്റെ ഗുരു? ഗുരുവല്ല, നിങ്ങളെനിക്ക് കാണുന്നതേ ഗുരുവാ. കൂടുതൽ കളിച്ചാലേ നിങ്ങളുടെ മോനെ നിങ്ങളെ ഉപേക്ഷിച്ച് ഞാനിവിടുന്ന് പോവും. പോണോ പോണോ? ഫോൺ ഞാൻ എടുത്തില്ല, നിന്റെ കെട്ടിയവനെടുത്തിട്ടുണ്ടാവും. അവനോട് പോയി ചോദിക്കടി. അവൾ എന്റെ അടുത്ത് ഫോൺ ചോദിക്കണ്. ദൈവമേ, അറിഞ്ഞോ അറിയാതെ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ശ്രമിക്കാൻ ഞാൻ. ഇപ്പൊ നിനക്ക് ചെണ്ട കൊട്ടാൻ പഠിക്കാമെങ്കിൽ പിന്നെ എനിക്ക് പഠിച്ചാലെന്താ? എന്നിട്ട് ഞാനും ചെണ്ട കൊട്ടും, നീയും ചെണ്ട കൊട്ടും. നമ്മൾ ഒരുമിച്ച് ഒരു അമ്പലത്തിൽ പോയി ചെണ്ട കൊട്ടും. നമ്മ പൊളിക്കും. നോക്കിക്കോ നീ. ഇങ്ങനെ എന്നെയും കൊണ്ടേ പോകൂ. ചെണ്ടയും കൊണ്ട് പോണം. അല്ലാണ്ട് ചെണ്ട അവര് തരില്ല. ചെണ്ട നമ്മ കൊണ്ടുപോകണം. എന്റെ ദൈവമേ, എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ ഇതിനൊന്നും മേലോട്ട് എടുക്കണേ. എങ്ങോട്ട് എടുക്കണ കാര്യം പറയണത്? തെക്കോട്ട് എടുക്കണ കാര്യം. കൈക്കോട്ടും കൊണ്ടല്ല പോകേണ്ടത്. ചെണ്ട കൊട്ടാൻ പോകുമ്പോ ചെണ്ടയും കൊണ്ട് പോകണം. അത് കൈക്കോട്ടും കൊണ്ട് പോയിട്ട് എന്തിനാ കിളക്കാനാ? ചെണ്ടയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല. എന്താ പ്രശ്നം? എന്താണ്? ഒന്നും പറയണ്ടടാ. ഒരു ഫോൺ കോള് വന്നാ അതൊന്നും പറയാൻ വന്നാ പെട്ടുപോയി. ഒട്ടും ഇത്തിരി കടുത്തു പോയല്ല. ഒരു കാര്യം ചെയ്ത് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കണായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവില്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരാൾക്ക് ഇതേപോലെ പ്രശ്നം പറ്റിയായിരുന്നു. ഈ തീപ്പെട്ടിക്കൊള്ളില്ലേ, മരുന്നുള്ള തീപ്പെട്ടിക്കൊള്ളിയുടെ ഭാഗത്ത് ചെവിയിലിട്ട് ഉരച്ചാൽ ചെവിക്കല്ലേ കൊണ്ടിട്ട് ഒരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഈ സൈഡ് മൊത്തം പോയി. പിന്നെ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോയതാണ്. അതിനെ പൊട്ടിയിട്ട് ഈ സൈഡും പോയി. സുഖം 5 രൂപ. 5 രൂപ സുഖമാണോ? അങ്ങനെ ഇച്ചിരി നേരം നീ ഇനി സംസാരിക്ക്. ഞാൻ മടുത്തിരിക്കണേ. എന്നെ ഏൽപ്പിച്ചിട്ട് പോണേല്ലേ? കേട്ടൂടാ. ആനയെന്ന് പറഞ്ഞ ചേനയെന്ന് കേൾക്കും. എങ്ങനാ? ആനയെന്ന് പറഞ്ഞ ചേനയെന്ന് കേൾക്കും. ചെവിട് കെട്ടൂടാ. അതിനല്ലേ രാവിലെ ഞാൻ ചോദിക്കും ഉച്ചക്ക് തിരിച്ചോ. എന്താണ് ഞാൻ അങ്ങോട്ട് ഇച്ചിരി നേരം മാറിയപ്പോ എന്നെ പറ്റി കുശുമ്പ് കുന്നായ്മ പറയണത്? കുശുമ്പ് കുന്നായ്മല്ല, ഒരു രക്ഷയിലിട്ടത്. ഇതിനെ ഞാൻ ആക്ഷൻ കാണിച്ചു കൊടുത്തിട്ട് ഒരു മനസ്സിലാവല്ല. ഡയലോഗ് പറയണ്ട. അതുവരെ തെറ്റിച്ച് കാണും. ഞാൻ മടുത്തിരിക്കേ. നീ ഇച്ചിരി നേരം കൊണ്ട് മടുത്തില്ലേ? ഇത് മൂത്തിരിക്കണേ. ഞാൻ പറഞ്ഞില്ല മറ്റേ ഈ എന്റിന നമുക്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടി പോവാം. മൂന്നാർക്ക് പോകാം. മൂന്നാർക്ക് പോകണമെങ്കിൽ ഞാൻ വരുന്നുണ്ട്. മൂന്നാറുണ്ടാക്കാൻ നീ ഇപ്പൊ പറഞ്ഞല്ലോ മൂന്നാർക്ക് പോവാന്ന്. ഒരു കാര്യം ചെയ്യാം, 3 കൊണ്ടുപോകേണ്ടത് പെരിയാറ് കൊണ്ടുപോയിട്ട് ഒഴുക്കണം. എന്നിട്ട് ഇങ്ങോട്ട് പോകണം. കൈ ഇങ്ങോട്ട് ഒന്ന് മുങ്ങി കുളിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ മതി. ഓക്കെ എന്നാ പോണാ. അല്ല കുറച്ചേരും കൂടി സംസാരിച്ചിട്ട് പോകാറുന്നല്ലോ. പള്ളി പോണമെന്നാ? അവനെങ്ങനെ പള്ളി പോകും? അമ്പലത്തിൽ പോകേണ്ട ആളല്ലേ അവൻ. നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? കടയിൽ പോയത്. നിങ്ങൾക്ക് പോകുമ്പോ ആ ഫോണൊന്നും കൊണ്ടുപോകാടെ. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഫോണ് കാരണം മനുഷ്യന്റെ ഒച്ച തൊണ്ട പൊട്ടി. എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നമൊന്നും? ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് ഇങ്ങനെ കേൾക്കണത്. എടി ഒന്ന് സമാധാനപ്പെടി. വയസ്സാകുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോ ചെവിയും കേൾക്കൂല, കണ്ണും കാണൂല. അതിന് ഇങ്ങനെ ഇടന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഞാനിപ്പോ എന്താ വേണ്ടത്? നീ എന്നൊരു കാര്യം ചെയ്യ്. നീ ഒരു ടാക്സി വിളിക്ക്. നമുക്ക് 3 പേർ കൂടി എങ്ങോട്ടെങ്കിലും പോവാം. എന്നിട്ട് എവിടെയെങ്കിലും കൊടുങ്കാണ്ട് അവിടെ എത്തുമ്പോഴേ നീ ഡോറും തുറന്നാ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചോളാം. ഇപ്പോഴാണ് നീ എന്റെ മോനായത്. ഒരു അച്ഛന് വേണ്ടി സ്വന്തം ഭാര്യനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടോളാന്ന് പറഞ്ഞില്ലേ? അച്ഛൻ ഹാപ്പിയായി.